ജയ് ഹിന്ദ് പ്രേക്ഷകർക്ക് നമസ്കാരം. ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാൻ ഈ ക്രിസ്മസ് കാലമായിട്ട് നിൽക്കുന്നത്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളോടുകൂടി ഞാൻ ഏറ്റവും പരിപാവനമായ ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. സ്നേഹതീരം. അതെ, ഈ വാക്കുപോലെ തന്നെ മധുരമുള്ളതും അതുപോലെ കാരുണ്യത്തിൻ്റെ വറ്റാത്ത ഉറവ പോലെ നമ്മളെ എല്ലാവരെയും പരിപാലിക്കുന്ന, കാത്തു രക്ഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. നിങ്ങൾ കണ്ടല്ലോ, മാതാവും ഉണ്ണിയേശുവും, അതുപോലെ ഉണ്ണിയേശുവിനെ മാതാവ് പരിപാലിക്കുന്നത് പോലെ സ്നേഹതീരത്തെ പരിപാലിക്കുന്ന പ്രിയപ്പെട്ട റോസ്ലിൻ സിസ്റ്ററിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. സിസ്റ്ററെ, ഗോഡ് ബ്ലസ് യു. എത്ര പറഞ്ഞാലും തീരില്ല കേട്ടോ. അങ്ങനെയുള്ള കാരുണ്യ പ്രവൃത്തി ചെയ്യുന്ന ഒരു മാതാവാണ് സിസ്റ്റർ റോസ്ലിൻ. താങ്ക് യു. ഈ ക്രിസ്മസ് കാലത്ത് ഒരു സ്നേഹവിരുന്ന് ഈ കുടുംബത്തിന് നൽകാനും അതുപോലെ കുറച്ച് സമയം സിസ്റ്ററിനോടത് ചിലവഴിക്കാനും സാധിച്ചതിൽ ആദ്യം തന്നെ നന്ദി പറയാണ്. താങ്ക് യു. ഇനി നമുക്ക് സ്നേഹതീരത്തെക്കുറിച്ച് റോസ്ലിൻ സിസ്റ്ററിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. ഈ സ്നേഹതീരം എന്ന് പറയുമ്പോൾ വിളക്കുടി എന്ന് പറഞ്ഞ പ്രദേശത്ത് വളരെ പ്രശസ്തമാണ്. നമ്മളവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ് കല്ലറ സ്ഥലത്ത്, മിത്രമല, അവിടെയാണ് ഈ സ്നേഹതീരം. അതിൻ്റെ മെയിൻ വിളക്കുടി സ്നേഹതീരത്തിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ് ഈ സ്ഥലവും. അതേപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് ആളുകളുടെ അഭയ കേന്ദ്രമാണ്. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു, ഒരു സ്വപ്നമായിരുന്നു, ആർക്കും വേണ്ടാത്ത, ആരുമില്ലാത്ത സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളത്. അത് വർഷങ്ങളോളം ഞാൻ അതിനുവേണ്ടി ആഗ്രഹിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു, ദൈവമേനൊരു വഴി കാണിച്ചു തരണേ എന്ന്. അങ്ങനെ എൻ്റെ ആഗ്രഹം ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ സഹോദരങ്ങളുമായിട്ട് പങ്കുവെച്ചു. അപ്പോൾ അവരുടെ സഹായത്തോടെയാണ് വിളക്കുടിയിൽ 2002 സ്നേഹതീരം ആരംഭിക്കുന്നത്. അവരാണ് ഒരു 60 സെൻറ്റ് സ്ഥലം അവിടെ വാങ്ങിച്ചു തന്നു. കുടുംബക്കാർ തന്നെയാണ് തന്നെ. അങ്ങനെയാണ് അതിന് ആരംഭം കുറിക്കുന്നത്. പക്ഷേ അതിനുശേഷം പെട്ടെന്ന് പേഷ്യൻസിൻ്റെ എണ്ണം പെട്ടെന്ന് വർദ്ധിച്ചു. ഇത് തെരുവിൽ കിടക്കുന്ന സ്ത്രീകളെ ധാരാളം അവിടെ പോലീസ് എത്തിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് അവരെ പരിപാലിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ വന്നു. ആളുകളുടെ എണ്ണം കൂടെ, അവർക്ക് ഭക്ഷണം വേണം, മരുന്ന് വേണം, വസ്ത്രം വേണം, സോപ്പ്, ചീപ്പ്, എണ്ണ എല്ലാം. അതിലുപരി അവർക്ക് താമസിക്കാൻ പാർപ്പിടം വേണം. അപ്പം ഇതൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ ഒത്തിരി വേദനിച്ചു, വിഷമിച്ചു. പക്ഷേ നല്ലവരായ നാട്ടുകാർ എന്നെ ഒത്തിരി സഹായിച്ചു. അങ്ങനെ നമ്മൾ വിളക്കുടിയിൽ തന്നെ ഒരു ചെറിയ കെട്ടിടം ഷീറ്റൊക്കെ ഇട്ട് ആദ്യകാലങ്ങളിൽ, ഇപ്പോഴും ഉണ്ട്, അതവിടെ നിർത്തിയിട്ടുണ്ട്. ഒരു ചെറിയ ബിൽഡിങ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന പേഷ്യൻസ് എല്ലാം സൈക്കാട്രി പേഷ്യൻസാണ്, മനസ്സിൻ്റെ സമനില തെറ്റിയവരാണ്. അല്ല, നോർമൽ പേഴ്സൺസ് ആരും ഇല്ല അവിടെ, എല്ലാവരും സൈക്കിക്കാണ്. അതായത് വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ച്, അതായത് തെരുവിൽ ആക്കപ്പെട്ട ആളുകളെയാണ് സിസ്റ്റർ ഏറ്റെടുത്തിരിക്കുന്നത്. അതെ, നമ്മൾ തെരുവിൽ നിന്ന് മാത്രമേ നമ്മൾ അവരെ പോലീസ് കൊണ്ടെത്തിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരെ നോക്കാൻ സ്റ്റാഫിൻ്റെ ആവശ്യം വന്നു. ഒത്തിരി ആവശ്യങ്ങൾ നമുക്ക് കൂടി വന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂട്ടായിട്ട്, എൻ്റെ എല്ലാമായിട്ട് എൻ്റെ കർത്താവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദൈവം വളരെ മനോഹരമായിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോയി. ശരിക്കും ഇങ്ങനെ ലക്ഷത്തിലൊരാൾക്കാണ് ഇങ്ങനെ ഒരാളെ, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ സഹായിക്കണമെന്ന് തോന്നുന്നത് തന്നെ ലക്ഷത്തിലൊരാൾക്കാണ്. പക്ഷെ ഇത്രയധികം അന്തേവാസികളെ സ്വന്തമായിട്ട്, അല്ല, എൻ്റെ സ്വന്തം ആള് എന്ന നിലയ്ക്ക് ഇത്രയും ഇത് സുഭിക്ഷമായിട്ടാണ്, അങ്ങനെ തന്നെ പറയണം, ആ വേർഡ് തന്നെ പറയണം, അങ്ങനെ തന്നെ അവരെ നോക്കുന്ന ഒരിടമാണ്. അത് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്.
അപ്പോൾ അതിലേക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ഷെഡിനകത്തുനിന്ന് നമ്മൾ പിന്നെ ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങി, ആളുകൾ വന്നു, ഭക്ഷണം കൊണ്ടുതരാൻ തുടങ്ങി, പഴയ വസ്ത്രങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ ഇത് പതുക്കെ പതുക്കെ ആളുകൾ കൂടുന്നതനുസരിച്ച് മറ്റുള്ളവരുടെ സഹായവും ഒരു പരിധിവരെ ലഭിക്കാൻ തുടങ്ങി. എന്നാൽ ചിലപ്പോഴൊക്കെ ഒന്നും കിട്ടാത്ത ദിവസങ്ങളുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കുള്ള ദൈവം മാത്രമേ ഉള്ളൂ. ഞാൻ എന്നും പോയി പറയും, തമ്പുരാനെ എൻ്റെ കുഞ്ഞുങ്ങളെ പട്ടിണി കിടത്തല്ലേ, ഒരു നേരം എനിക്ക് ആഹാരം എവിടുന്നെങ്കിലും കൊണ്ടുതരണേ. പക്ഷെ ദൈവം എത്ര വിശ്വസ്തനായിരുന്നറിയാവോ, ഒരു ദിവസം പോലും പട്ടിണി ഇടാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഞാൻ എന്നും നന്ദിയോടെ കർത്താവിന് മുൻപ് ഇരുന്ന് കുറേ കരയും. വേറെ ഒന്നും ഓർത്തിട്ടല്ല, ഇല്ലായ്മ ഓർത്തിട്ടല്ല, നന്ദി ഓർത്ത്. എല്ലാ മനുഷ്യർക്കും വേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളെ പിന്തുടരേണ്ടതാണ്. നമ്മൾ ഒരു ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് 4 നേരം ഫുഡ് തന്നത്, നമ്മളെ നോക്കി ചിരിച്ചവർക്ക് അല്ലേ, നമുക്ക് നല്ല വെള്ളവും പാർപ്പിടവും ഒക്കെ നൽകിയതിന് ദൈവത്തോട് നന്ദി പറയേണ്ടതാണ്. അതുപോലെ ഇതുപോലെയുള്ള പരിശുദ്ധാത്മാക്കളെന്ന് തന്നെ ഞാൻ റോസ്ലി സിസ്റ്ററിനെ വിളിക്കുന്നു. ഇത്രയും കാരുണ്യമുള്ള നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, അവരെ നമുക്ക് ആകുന്നത് പോലെ സഹായിക്കേണ്ടതുണ്ട്. നമുക്ക് ഒരാൾക്കെങ്കിലും ഒരു ദിവസം അന്നം കൊടുക്കാൻ നമുക്ക് സാധിക്കും. അത് വലിയ ഒരു കാര്യമാണ്. അന്നദാനം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പം അതിലേക്കൊക്കെ ഞാൻ ഇതുപോലെയുള്ള ഇടങ്ങളിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളത് പതിവാണ്. അങ്ങനെ തന്നെയാണ് സ്നേഹതീരത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഏറ്റവും പുണ്യമായ ഒരു സമയത്തെ, ക്രിസ്മസ് സമയത്ത് തന്നെ കൊണ്ടുവരുന്നത്. ഭക്ഷണം, നല്ല ട്രീറ്റ്മെൻറ്റ്, എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ വിളക്കുടിയിലാണേലും ഇപ്പം ഇവർ ഇല്ലീഗലായിട്ട് പ്രഗ്നൻ്റ് ആവും, ഈ അമ്മമാർ സ്ട്രീറ്റിൽ കിടന്ന്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വിളക്കുടിയിൽ വന്നാണ് അവിടെ പ്രസവിക്കുന്നത്. അപ്പോൾ അങ്ങനെ 25 കുഞ്ഞുങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്കുള്ള ബിൽഡിങ് ഈ അടുത്ത കാലത്താണ് നമ്മൾ ചെയ്തത്. വളരെ മനോഹരമായിട്ട് ഇപ്പോൾ 5 കോടി കടം നമുക്കുണ്ട്. സ്നേഹതീരത്തിന് ലോൺ എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കത് പേടിയൊന്നുമില്ല. എന്നോട് എൻ്റെ സിസ്റ്റേഴ്സ് ചോദിക്കാറുണ്ട്, അമ്മ എങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങുമെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉറക്കത്തിനൊരു പ്രശ്നവും ഇല്ല. എനിക്കൊരൊറ്റ ഒരു വിശ്വാസമേ ഉള്ളൂ, എൻ്റെ ദൈവം തീർച്ചയായിട്ടും കൂടെയുണ്ട്. ദൈവം അത് ചെയ്തു തരും. പലരെ സഹായിക്കാൻ ദൈവം ഇങ്ങോട്ട് പറഞ്ഞു വിടും. ഇപ്പം ഇന്നാണെങ്കിൽ മോള് ഫുഡ് സ്പോൺസർ ചെയ്യിപ്പിച്ചു ഒരാളെയും കൊണ്ട് ഇവിടെ കൊണ്ടുവന്നു ഭക്ഷണം. അപ്പം അങ്ങനെ ഓരോരുത്തരെയും ദൈവം ഒരുക്കും. ഇത് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്, ഇന്നത്തെ ദിവസം ഭക്ഷണം കിട്ടുമെന്നുള്ളത്. അപ്പം മോളത് നന്നായിട്ട് ചിന്തിച്ചു. അത് ഇവിടെ വരുന്നത് പാത്രം പോരാ, അവർക്കൊരു നേരം ആഹാരം കൊടുക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ഓരോരുത്തരെയും ദൈവം നമ്മുടെ ഭവനത്തിലേക്ക് പറഞ്ഞു വിടും. ഇവിടെയാണെങ്കിലും വിളക്കുടിയിലാണെങ്കിലും പറഞ്ഞു വിടാറുണ്ട്. സിസ്റ്ററിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഇത്രയധികം കാരുണ്യത്തിൻ്റെ ഉറവ ഒഴുകി തുടങ്ങിയത് ആ ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെയായിരുന്നു. എൻ്റെ ഫാദർ ഭയങ്കര കാരുണ്യമുള്ള ഒരാളാണ്. ഭയങ്കര രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, സോഷ്യൽ വർക്കറായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ അദ്ദേഹം നന്നായിട്ട് അഭിനയിക്കുമായിരുന്നു, നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു, പാവപ്പെട്ടവരെ സഹായിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നേരം വെളുത്താൻ നിറച്ച ആളുകളാണ്. അപ്പം ചികിത്സയ്ക്ക് സഹായം, അല്ലെങ്കിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാൻ. അപ്പം ചാച്ചൻ ഇവരെ കൊണ്ട് ട്രിവാൻഡ്രത്ത് പോവും. ഞാൻ ചാച്ചനാണ് വിളിക്കുന്നത്. ചാച്ചൻ ട്രിവാൻഡ്രത്ത് കൊണ്ടുപോകും, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പം എല്ലാവരും പറയും ഞാൻ എൻ്റെ അപ്പൻ മോളാണ്, അതുപോലെയാണ് എൻ്റെ രീതികളുമെന്ന്. തീർച്ചയായിട്ടും ചാച്ചൻ എനിക്കൊരു വലിയൊരു പിൻബലമായിരുന്നു, മാർഗദർശിയായിരുന്നു എന്ന് പറയാം. പക്ഷെ ചാച്ചൻ ഇതൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ സ്വർഗത്തിലിരുന്നുകൊണ്ട് ചാച്ചനത് കാണാൻ അത് ഏറ്റവും കൂടുതൽ അഭിമാനിക്കും. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ജന്മം സഫലമായെന്ന് തന്നെ പറയാം അവിടെ ഇരുന്നതൊക്കെ കാണുമ്പോൾ. ആക്ച്വലി ഈ പറഞ്ഞതുപോലെ വളരെയധികം കഷ്ടപ്പാടും ഇതുപോലെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടാണ് സ്നേഹതീരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 5 കോടി രൂപയുടെ ബാധ്യതയുണ്ട് നമുക്ക്. അപ്പോൾ എന്ന് വരികിലും നമുക്ക് ഇനി അൾട്ടിമേറ്റായിട്ട് നമ്മുടെ സ്നേഹതീരം ഏതൊരു ലെവലിൽ എത്തണമെന്നാണ്. എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, 25 കുഞ്ഞുങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവർക്ക് കുറച്ച് സൗകര്യങ്ങളിവിടെ, അവർക്ക് കളിക്കാൻ ഗ്രൗണ്ടില്ല. പിന്നെ ആവശ്യത്തിനുള്ള നമുക്ക് വെള്ള സൗകര്യം, കുറച്ച് വെള്ളത്തിനുള്ള പ്രശ്നമുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ ഇനിയുമുണ്ട്. അപ്പോൾ ആ പണി തീർന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ, വെള്ളത്തിൻ്റെ പ്രശ്നം, ഗ്രൗണ്ടിൻ്റെ പ്രശ്നം, വേസ്റ്റ് മാനേജ്മെൻറ്റ്, കുറേ അധികം പൈസ. അതെ, ഇത്രയധികം ആളുകളെ പോറ്റുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും കൂടെ ഒരുക്കേണ്ടതുണ്ട്. അപ്പം ഇത് കാണുന്ന
100 പേരിൽ 2 പേർക്കെങ്കിലും ഇതുപോലെയുള്ള സംഘടനകളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് തോന്നുമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ആഘോഷങ്ങൾക്കൊക്കെ മുടക്കുന്ന കാശിൻ്റെ ആഘോഷങ്ങൾ വേണ്ടാന്ന് പറയില്ല. ആ ആഘോഷങ്ങൾക്ക് മുടക്കുന്നതിൽ ഒരു 10% ഇതുപോലെയുള്ള ഇടങ്ങളിലേക്ക് നിങ്ങൾ നീക്കി വച്ചു കഴിഞ്ഞാൽ ഒരാളെങ്കിലും 2 പേരെങ്കിലും അല്ലേ അതുകൊണ്ട് ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടുമെന്ന് എല്ലാവരും ഒന്ന് ഈ ഒരു നല്ല സമയത്ത് അല്ലെങ്കിൽ ന്യൂ ഇയർ ഒക്കെ വരികയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളണമെന്ന് അപേക്ഷിക്കുകയാണ്. എനിവേ എനിക്ക് സിസ്റ്ററിനോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. കാരണം ചുറ്റുപാടുള്ള ജീവജാലങ്ങളോട് ഇത്രയും കരുണയും മനുഷ്യരുടെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന മഹത് വ്യക്തിയാണ് റോസ്ലിൻ സിസ്റ്റർ. അപ്പം എന്നെ കൊണ്ട് ആവുന്നതൊക്കെ ഞാൻ ചെയ്യും. ഞങ്ങളുടെ ജയ്ഹിന്ദ് പ്രേക്ഷകരും ഇതൊക്കെ കാണുന്നുണ്ട്. തീർച്ചയായും അവരും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. താങ്ക് യു. ഒത്തിരി പേര് നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. ആ കെട്ടിടമൊക്കെ പണിതതും ഒത്തിരി നല്ല മനസ്സുള്ള ആളുകൾ സഹായിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറൊക്കെ ഞങ്ങളെ ഒത്തിരി സഹായിച്ചു. ഇനി അദ്ദേഹം കടം വീട്ടുന്ന കാര്യമൊക്കെ ഞാനിങ്ങനെ സംസാരിക്കാനുണ്ട്. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞില്ലേ ദൈവം തമ്പുരാൻ കൂടെയുണ്ട്, അതെൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസമാണെന്ന് പറയുന്നത് അത് തന്നെയാണ്. വിശ്വാസം നമ്മളെ രക്ഷിക്കുമെന്നാണല്ലോ. എന്തായാലും ഈ ക്രിസ്മസ് സമയത്ത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് ഇവിടെ ചിലവഴിക്കാൻ പറ്റിയ നിമിഷങ്ങൾ. നമുക്ക് ഇതുകൊണ്ട് മാത്രമല്ല കേട്ടോ, നമ്മുടെ അലക്സ് സാറാണ് നമ്മുടെ ഫുഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു NRI കാരനായിരുന്നു. അദ്ദേഹം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വന്ന ഒരു സമയമാണ്. അപ്പോൾ സ്നേഹതീരത്തിലെ പ്രോഗ്രാം നേരത്തെ നമ്മുടെ ജയ്ഹിന്ദിലുണ്ടായിരുന്ന പ്രോഗ്രാം കണ്ടിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് എൻ്റെ ഒരു സന്തോഷമായിട്ട് വയ്ക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അതുപോലെ നമ്മുടെ അന്തേവാസികളെയും പരിചയപ്പെടാം. ക്രിസ്മസ് ആയിട്ട് സന്തോഷത്തോടെ ഇരിക്കുകയല്ലേ? എല്ലാവർക്കും പാട്ട് ഇഷ്ടമല്ലേ? അപ്പൊ അലക്സ് സാർ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരും കേട്ടോ. പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഓക്കെ അല്ലേ? വിശപ്പായ എല്ലാവർക്കും? ഇല്ലല്ലോ. ഇത് ഭക്ഷണം കൊണ്ടുവന്നത് ഇവരാണ് കേട്ടോ. ഈ സാറാണ് ഭക്ഷണം സ്പോൺസർ ചെയ്തത്. അപ്പം നമുക്ക് പ്രത്യേകം നന്ദി പറയാം. ഒന്നുമില്ല, ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ സന്തോഷമേ ഉള്ളൂ. സാറിന്റെ പേര് അലക്സ് ജോർജ് എന്നാണ് എൻ്റെ പേര്. അപ്പൊ സാർ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരും. കാലിത്തൊഴുത്തിലും കാനായിലും കടലലയിലും കാൽവരിയിലും കാലിത്തൊഴുത്തിലും കാനായിലും കടലലയിലും കാൽവരിയിലും കാലം കാതോർത്തിരിക്കും അവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലം കാതോർത്തിരിക്കും അവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലൊച്ച കേട്ടു ഞങ്ങൾ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. താങ്ക് യു. അലക്സ് സാറിന് ഒരു കൈയടി കൊടുക്കാമോ നമുക്ക്? അമ്മയുടെ പേരെന്താ? വത്സല. വത്സല അമ്മ ഒരു പാട്ട് പാടുവാണേ. ോ
നന്നായിരിക്കുന്നു. പൊന്നുടെ അനിയത്തി പൂവേ കരുവി പൊന്നുടെ അനിയത്തി മനസ്സ് നന്നായട്ടെ മനസ്സ് നല്ല പോലെ വൃത്തിക്ക് നന്നായട്ടെ. ഓക്കെ, എല്ലാരും കൈയടിച്ചേ. നന്നായിട്ടുണ്ട്. താങ്ക് യു. മെരി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഇങ്ങനെ ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും സിസ്റ്ററിനെ കാണാനും ഒക്കെ പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞാൽ വളരെ വളരെ സന്തോഷം. ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി എല്ലാവർക്കും. ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ഈ മാനസികാസ്വസ്ഥയുള്ള അന്തേവാസികൾ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്ട്രാ കരുതൽ വേണം അല്ലേ? അത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ കൂടുതലും അല്ലേ? നമുക്ക് ക്രോണിക് പേഷ്യൻസ് ഉണ്ട്. നമ്മുടെ അവിടെയാണെങ്കിൽ 50 പേരോളം ക്രോണിക് പേഷ്യൻസ് നമുക്കുണ്ട്. അവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ മലമൂത്ര വിസർജനങ്ങളൊക്കെ വാരി തിന്നും, പിന്നെ ഡ്രസ്സൊന്നും അവർ ഉപയോഗിക്കത്തില്ല, അവരെ സെപ്പറേറ്റ് ചെയ്തേക്കുക. അങ്ങനെ ഒരു 32 പേരോളം ഉണ്ട് നമുക്ക്. അതൊരു ഹോളിൽ നമ്മൾ അവരെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അല്ലാതെ ബെഡ്ഡൻ പേഷ്യൻസ് കുറേ അധികം പേരുണ്ട്. അപ്പം ഈ വഴിയരികിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട ആളുകളെ പോലീസ് ഏറ്റെടുത്തിട്ട് നേരെ ഇവിടെ കൊണ്ടു തന്നിട്ട് അവർ പിന്നീട് അതിനെക്കുറിച്ച് ഒരു സഹായം പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല. പോലീസിനല്ല, ഇതൊരു ഗവൺമെന്റും കൂടെ ഇടപെട്ട കാര്യങ്ങളാണല്ലോ. അപ്പം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം ഗ്രാൻഡ് തരുന്നുണ്ട്. 50 പേർക്ക് ഒരു വർഷം. അതുകൊണ്ടൊന്നും ആവില്ലല്ലോ നമുക്ക്. ഇത്രയധികം ആൾക്കാരെ നോക്കുക, അതുപോലെ ഇത്രയും മാനസിക പ്രശ്നമുള്ളവരെ ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇവർ ഇവിടുന്ന് ചാടിപ്പോവാനൊക്കെ നോക്കും. എനിക്കിപ്പോൾ മനസ്സിലായി ഇത്രയും വലിയ മതിലുകളൊക്കെ കെട്ടിയിരിക്കുന്നത് എന്തിനാണെന്ന്. പഴയ സാരികൾ നമ്മൾ കളക്ട് ചെയ്യും, എന്നിട്ട് അത് കീറി മുടി പിന്നുന്ന പോലെ പിന്നി ചവിട്ടുമെത്തകൾ ഉണ്ടാക്കും. അപ്പം നമ്മൾ വിൽക്കും. അത് വിൽക്കും. അതുവരെ പഠിപ്പിക്കുക റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട്. പിന്നെ ഓർണമെൻറ്റ്സ്, മുത്തുകൾ, ബീഡ്സ് വാങ്ങിച്ച് കോർത്ത്, മാല, കൈച്ചെയിന്, പിന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ജപമാല, അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കും. അങ്ങനെ ചെറിയൊരു വരുമാനമൊക്കെ ഉണ്ടാക്കാനുള്ള നല്ല ബാൻഡ് ഗ്രൂപ്പ് ഉണ്ട്. അത് ശരി. ബാൻഡ് മേളം. ഇവരിൽ മെഡിസിൻ്റെ കൺട്രോളിലായ കുറേ അധികം പേരെ, ഒരു 23 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് ബാൻഡ് പഠിപ്പിച്ച് പുറത്തു പോകും. അത് നമ്മുടെ ഒരു വരുമാന മാർഗമാണ്. ഇപ്പം അമ്പലത്തിലെ ഉത്സവം, പള്ളികളിൽ, അതുപോലെ സ്വീകരണങ്ങൾ, അതിനൊക്കെ പുറത്തു പോകാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതെ. റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. ഇപ്പം ബാൻഡിനൊക്കെ പോകുമ്പം ഇട്ടിട്ട് പോവും, എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിപ്പിൽ മൂഡ് മാറിക്കഴിഞ്ഞാൽ മൂഡ് ചേഞ്ച് ഭയങ്കര അല്ലേ ഇവർക്ക്. അന്നേരം പിന്നെ ബാൻഡ് പഠിപ്പിക്കുന്ന സാർ എപ്പോഴും കൂടെ കാണും. അപ്പം സാറിനെയും കൊണ്ടേ നമ്മൾ പോകുള്ളൂ. കാരണം ഇവരിലൊരാൾ മാറി നിന്നാലും അത് മാനേജ് ചെയ്യണമല്ലോ. പിന്നെ 1-2 പേര് സബ്സ്റ്റിറ്റ്യൂട്ടും കാണും. അപ്പം നമ്മളത് അനുസരിച്ച് വലിയൊരു ശ്രമകരമായ കാര്യമാണ് ഇതൊക്കെ. പക്ഷെ അവരെ ആ ജനങ്ങളുടെ ഇടയ്ക്ക് എത്തിക്കാൻ എടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഡാൻസ്, പാട്ട്,
സ്കിറ്റ് അങ്ങനെയൊക്കെ ഇവരെ പഠിപ്പിക്കും. എൻ്റർടൈൻമെൻറ്റ്സ് നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യിക്കും. അവർ നന്നായിട്ട് അതൊക്കെ അറ്റൻഡ് ചെയ്യും. ഇനി നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അല്ലേ. ഇപ്പം മൂത്ത മോന് പിന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് ഡിഗ്രി കോഴ്സ് കഴിഞ്ഞു, ഏകദേശമായി. അപ്പോൾ ഇവിടുത്തെ മൂത്ത കുട്ടി അവനിപ്പോ എത്ര വയസ്സായി? 21 വയസ്സായി. സ്നേഹതീരത്തിന്റെ കുഞ്ഞാണ്. അതെ അതെ അതെ. അങ്ങനെ എത്ര കുട്ടികൾ ഇപ്പൊ നമുക്ക് 25 കുട്ടികൾ ഇപ്പം ഉണ്ട്. ഏറ്റവും ഇളയ കുഞ്ഞിന് 3 മാസം പ്രായം. പിന്നെ അടുത്ത ഏറ്റവും മൂത്ത കുട്ടിക്ക് 21 വയസ്സ് പ്രായം. അപ്പം അവൻ ഡിഗ്രി കഴിഞ്ഞു. ഇനി അവന് ജോലി ശരിയായി. നമ്മുടെ എറണാകുളം ക്രൗൺ പ്ലാസ ഹോട്ടലിലെ ജോലിയായി അവന്. രണ്ടാമത്തെ മോന് എൻജിനീയറിങ് പഠിക്കുന്നു. ഇത്ര സന്തോഷകരമായ കാര്യങ്ങളാണ് ഈ കേൾക്കുന്നത്. സത്യം എവിടെയോ തെരുവിൽ അലയപ്പെടേണ്ട കുഞ്ഞുങ്ങളാണ് ഈ വന്ന് അല്ലേ ഒരു ജീവിതത്തിന്റെ വലിയ നിലകളിലേക്ക് എത്തിപ്പെട്ടത്. അത് ഈ അമ്മയുടെ കൈകളിലൂടെ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹങ്ങൾ അവർക്ക്. ഇനി അവർ വളർന്നു വരുമ്പം അവരെ കല്യാണം കഴിപ്പിച്ചു വിടണം, അവർക്കൊരു വീട് വേണം, ഒരല്പസ്ഥലം വേണം, ഇതൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്തോ എല്ലാം നടക്കും, എല്ലാം ഇതുവരെ എത്തിയല്ലോ. തീർച്ചയായിട്ടും എനിക്കവിടെ ഭയങ്കര വിശ്വാസമല്ലേ ദൈവം നടത്തും എന്നുള്ളത്. പിന്നെ എൻ്റെ കാലം കഴിഞ്ഞാൽ ഇത് മുൻപോട്ട് കൊണ്ടുപോകണമല്ലോ. അതുകൊണ്ട് ഞാനൊരു സിസ്റ്റേഴ്സിന് വേണ്ടി ഒരു കോൺഗ്രിഗേഷൻ കൂടെ തുടങ്ങി. അതിൻ്റെ പേര് സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി എന്നാണ്, കരുണയുടെ സഹോദരിമാർ. അപ്പം ഞങ്ങൾ ഈ ജോലി മാത്രമേ ചെയ്യത്തുള്ളൂ. ഇവരെ സ്കൂളിൽ പഠിപ്പിക്കില്ല, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യില്ല, അതൊന്നും ഞങ്ങൾക്ക് പാടില്ല. ഉള്ളി സ്ട്രീറ്റിൽ കിടക്കുന്നവരെ സംരക്ഷിക്കുക, ഇവരെ നോക്കുക. ഇപ്പോൾ MSW കഴിഞ്ഞ 4-5 സിസ്റ്റേഴ്സുണ്ട്, BSc നഴ്സിംഗ് കഴിഞ്ഞവരുണ്ട്. അവരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഞാൻ ആശംസിക്കുകയാണ് ഇതൊരു വേൾഡ് വൈഡായിട്ടുള്ള ഒരു പ്രസ്ഥാനമായി മാറട്ടെ. സ്നേഹതീര റോസ്ലിൻ സിസ്റ്ററിൻ്റെ പേരിൽ എന്നും അറിയപ്പെടട്ടെ. അത് സിസ്റ്ററിൻ്റെ നിയോഗമായി തന്നെ തീരട്ടെ. ഈ ക്രിസ്മസ് സമയത്ത് എന്താണ് സിസ്റ്ററിന് ഞങ്ങളുടെ പ്രേക്ഷകരോട് കൊടുക്കാനുള്ളൊരു മെസ്സേജ്? എനിക്ക് നമ്മൾ ഭയങ്കര ആഘോഷമാണ് ക്രിസ്മസിൽ. സ്റ്റാർ തൂക്കുന്നു, ക്രിബുകൾ, പുൽക്കൂടൊക്കെ വീട്ടിലുണ്ടാക്കുന്നു. പക്ഷെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടൊക്കെ പറയും, മക്കളെ യേശു ജനിക്കേണ്ടത് നമ്മളുടെ ഹൃദയത്തിലാണ്. അല്ലാതെ നമ്മുടെ ഒരു സ്ഥലത്ത് നമ്മളൊരു ക്രിബുണ്ടാക്കി അവിടെ കൊണ്ട് യേശുവിനെ കിടത്തി. ശരിക്കും പറഞ്ഞാൽ അത് സിംബോളിക്കാണ് അല്ലേ. അത് നമ്മളങ്ങനെ അത് ഓർമ്മ ആചരിക്കുന്നു. പക്ഷേ യേശു ശരിക്കും ജനിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്, മനസ്സിലാണ്. അതിനുള്ള വഴികളാണ് ഞങ്ങൾ ഈ 1 മാസം ഒരുങ്ങും ക്രിസ്മസിന് വേണ്ടി. അപ്പം ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും, കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ ചെയ്യുക, വേദനിക്കുന്നവരെ അവരെ ആശ്വസിപ്പിക്കുക, ഒരു സഹായം വേണ്ടവർക്ക് സഹായം ചെയ്തു കൊടുക്കുക, ചിലപ്പോൾ ഒരാളെ ഒന്ന് കുളിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുക, അല്ലെ വെള്ളം വേണ്ടവർക്ക് വേഗം വേണ്ടെങ്കിൽ വെള്ളം കൊണ്ട് കൊടുക്കുക, വസ്ത്രം കീറിയതാണെങ്കിൽ അത് പെട്ടെന്ന് മാറ്റി കൊടുക്കുക. അങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ അവരെയും കൊണ്ട് ചെയ്യിക്കാറുണ്ട്. എനിക്കും പ്രേക്ഷകരോടൊക്കെ പറയാൻ ഇതേ ഉള്ളൂ, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് മനുഷ്യനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവസ്നേഹം ഒരു ഭാഗത്തും മനുഷ്യസ്നേഹം വേറൊരു ഭാഗത്തും അല്ല. ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ട കാര്യമാണ്. നമ്മളിൽ തന്നെയാണ് ദൈവം, നമ്മുടെ ഉള്ളിലാണ് ദൈവം. തീർച്ചയായിട്ടും ദൈവം ഉള്ളിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ള മനുഷ്യർ, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റും. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇവരെയൊക്കെ ദൈവമായിട്ടാണ് കാണുന്നത്. ഒരു ദൈവം എങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നു, അല്ലെ അവരെ നമ്മൾ ശുശ്രൂഷിക്കുന്നു, ദൈവത്തെ ശുശ്രൂഷിക്കുന്നു, അതുപോലെ തന്നെയാണ് അവരെയും കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും നല്ല കിടപ്പാടം, നല്ല ഭക്ഷണം, നല്ല ട്രീറ്റ്മെൻറ്റ്, എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. ജയ് ഹിന്ദ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്നേഹതീരത്തിൻ്റെ, ഞങ്ങളുടെ അമ്മമാരുടെ, ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ 3 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും വക മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാ ദൈവാനുഗ്രഹങ്ങളും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.